ആദ്യം LDF ലീഡ് ചെയ്തിരുന്നെങ്കിൽ തൊട്ടു പിന്നാലെ പത്തനംതിട്ട നഗരസഭയിലെ ആദ്യ വിജയുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. LDF ആണ് അവിടെ വിജയിച്ചു. LDF സ്ഥാനാർത്ഥി VR ജോൺസൺ വിജയിച്ചു എന്നുള്ള രണ്ടാം വാർഡിൽ LDF സ്ഥാനാർത്ഥി VR ജോൺസൺ വിജയിച്ചു എന്നുള്ള വിവരം പത്തനംതിട്ട നഗരസഭയിലെ ആദ്യ വിജയി. അപ്പോൾ അത്തരത്തിലുള്ള വിജയികളുടെ പേരൊക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ എത്തുകയാണ്. ഞാൻ ആന്റണിയിലേക്ക് പോകുന്നു. ആന്റണി പറയൂ. തീർച്ചയായും ഇപ്പോൾ ആദ്യ വിജയം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ LDFന്റെ ഒരു മുന്നേറ്റം ആണ് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലാണ് ഒരു ശ്രദ്ധേയമായ, തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊച്ചിയിലുമാണ് ശ്രദ്ധേയമായ മത്സരം ഇപ്പോൾ ആദ്യ മിനിറ്റുകളിൽ നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഒപ്പത്തിനൊപ്പമാണെങ്കിൽ കോർപ്പറേഷനുകളിൽ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ UDF മുന്നിലെത്തിയിരിക്കുന്നു. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ 11 LDFന്റെ വാർഡ് ഇപ്പോൾ 10 കുറഞ്ഞിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ 9 LDF, 6 UDF അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ 2 LDF, 1 UDF, 2 LDF. ജില്ലാ പഞ്ചായത്തുകളിൽ LDFന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിലുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നു തുടങ്ങിയിട്ടില്ല. ഏതായാലും മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ LDFും UDFും ഒറ്റയ്ക്കൊറ്റ അല്ലെങ്കിൽ ഇഞ്ചുകളുടെ വ്യത്യാസം മാത്രമാണുള്ളത്. 10 LDF ആണെങ്കിൽ 9 UDF ആണ്. 1 NDA ആണ് മുനിസിപ്പാലിറ്റികളിൽ ലീഡ് ചെയ്യുന്നത്. അത് പന്തളമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ജില്ലാ പഞ്ചായത്തുകളിൽ 2 LDF ലീഡ് ചെയ്യുമ്പോൾ തൊട്ട് പിന്നാലെ 1 UDF ലീഡ് ചെയ്യുന്നുണ്ട്. നിലമ്പൂർ അടക്കം എല്ലായിടത്തും ഇപ്പോൾ മുന്നേറ്റമുണ്ടാകുന്നു. UDF കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ 8 LDFന് ലീഡ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ LDFന് 8 ലീഡ്, 6 UDF, 6 UDF കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ എത്തുമ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം LDFും UDFും പോകുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ LDF 11, UDF 11, NDA 1, മറ്റുള്ളവർ 1 എന്ന നിലയിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പോകുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ LDF മുന്നേറുന്നു. 8 ഇപ്പോൾ മുന്നേറ്റമുള്ളത്. ഏതായാലും അത് മാറിക്കൊണ്ടിരിക്കുന്നു. UDF എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ അതുപോലെ തന്നെ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റികളിൽ മുന്നേറുന്നു. കുന്നംകുളം അത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ ലീഡ് ചെയ്യുന്നത് LDF ആണ്. അതുപോലെ തന്നെ പിറവത്ത് UDF, മണ്ണാർക്കാട് UDF, തിരൂർ UDF, പെരിന്തൽമണ്ണ UDF, മലപ്പുറം മുനിസിപ്പാലിറ്റി UDF. അങ്ങനെ ഒപ്പത്തിനൊപ്പം തൊട്ടു പിന്നാലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലും UDF ലീഡ് ചെയ്യുന്നു. കോർപ്പറേഷനുകളിൽ വീണ്ടും LDF ലീഡ് നേടുമ്പോൾ ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ മാത്രമാണ് UDFന് ലീഡ് നിൽക്കാൻ കഴിയുന്നത്. ഇതാ തൃശ്ശൂർ കോർപ്പറേഷനിലെ ലീഡ് വരുമ്പോൾ 1 UDF, 1 NDA. അവിടെ LDFനെ കാണാൻ കഴിയുന്നില്ല ആദ്യ മിനിറ്റുകളിൽ. ഏതായാലും തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ 1 UDF, 1 NDA. യെസ്, അത് തന്നെ ലീഡ് നില അങ്ങനെ മാറി മറിയുന്നൊരു കാഴ്ച. ചിലതിൽ ഇടതിന്റെ തേരോട്ടം തന്നെ നടക്കുന്നു. ഗ്രാമപഞ്ചായത്തിൽ 16 ഇടങ്ങളിൽ 16 വാർഡുകളിൽ 16 ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. LDFന് ലീഡുണ്ട്. 15 വാർഡുകൾ UDFന് ലീഡുണ്ട്. 1 വാർഡിൽ NDAക്ക് ലീഡുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 3 LDFന് ലീഡുണ്ട്. മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ച് 14 LDF മുന്നിട്ട് നിൽക്കുമ്പോൾ 11 UDF മുന്നിട്ട് നിൽക്കുന്നു. NDAക്ക് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റമൊന്നും കാണുന്നില്ല, 0 ഇപ്പോഴും. എന്നാൽ മറ്റുള്ളവർ സ്വതന്ത്രർ, വിമതർ ഒക്കെ തന്നെ അവർ 4 വാർഡുകളിൽ വിമതരുടെ സ്വതന്ത്രരുടെ ഒക്കെ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഒക്കെ തന്നെ ലഭിക്കുന്നു. കോർപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ കോർപ്പറേഷനിലെ വോട്ട് നില അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ നമുക്ക് അല്പസമയത്തിലും. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ വാർഡ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇടതിന് LDFന് 2 വാർഡുകളിൽ മുന്നേറ്റമുണ്ട്, ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. ഓരോ നിമിഷവും ആശങ്കയോടെ പ്രതീക്ഷയോടെ മുന്നണികൾ ഉറ്റുനോക്കുകയാണ് എത്തരത്തിലാണ് ഫലങ്ങൾ വരിക. അത് അത്തരത്തിലൊരു വലിയൊരു ഒഴുക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ഉണ്ടാവുക. നമ്മൾ
നിയമസഭയിലും ഒന്നും കണ്ട ഒരു കാഴ്ചയല്ല. ഇവിടെ കാഴ്ച വ്യത്യസ്തമാണ്. ഇപ്പോൾ കൂടുതൽ ലീഡ് നിലകളിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തുന്നു. കൊച്ചി കോർപ്പറേഷനിൽ LDFന് ലീഡ് എന്നുള്ള വിവരം ഒക്കെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ UDF ജയിച്ചതാണ്. എന്നാൽ ചില ഉൾനീക്കങ്ങൾ കൊണ്ട് അത് പിന്നീട് LDFന് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. LDF 5 വർഷം ഭരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത്തവണ UDF അത് പിടിച്ചെടുക്കും. LDFന്റെ ഭാഗത്തു നിന്നും LDFന്റെ പക്കൽ നിന്നും ഇടതുകോട്ട എന്നുള്ളത് മാറ്റി തങ്ങളത് UDFന്റെ പേരിലാക്കുമെന്നുള്ള പ്രതീക്ഷയൊക്കെ തന്നെ UDFന് ഉണ്ട് എന്നുള്ളതാണ്. കൊച്ചി കോർപ്പറേഷനിൽ LDFന് ലീഡ് എന്നുള്ളതാണ് ലഭിക്കുന്നത്. നിലമ്പൂരിൽ UDF 12 ഇടത്താണ് ലീഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ LDF 3 ഇടത്ത്, UDF 1 ഇടത്ത്. അങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ആന്റണി ഉണ്ട്. ആന്റണി, ഈ പുതിയ ലീഡ് നില. ഓക്കെ, നമ്മൾ ആന്റണിയിലേക്ക് എത്താം. ഇപ്പോൾ ഉണ്ണി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ലീഡ് നില മാറി മറിയുന്നു. എങ്ങനെയൊക്കെ എത്തരത്തിലാണ് ഓരോ നിമിഷവും നമുക്ക് പ്രവചനാതീതമായ വേഗത്തിൽ റിസൾട്ട് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം, ഈ ഒരു സെക്കൻഡിൽ ലഭിക്കുന്ന വിവരങ്ങൾ? ഉണ്ണി, പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് മാറും. തീർച്ചയായും ആദ്യ നിമിഷങ്ങളിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. ഒപ്പത്തിനൊപ്പം തന്നെ പിന്നാലെ UDF വരുന്നത് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 5ഇടത്ത് LDFന്റെ മുന്നേറ്റം, 2 UDFന്റെ മുന്നേറ്റം. തൃശൂർ കോർപ്പറേഷനിൽ 2 ഇടങ്ങളിലാണ് LDF മുന്നേറുന്നത്, 3 ഇടങ്ങളിൽ UDF മുന്നേറുന്നു. NDA 1 ഇടത്ത് തൃശൂരിൽ മുന്നേറുന്നു എന്നതാണ് പറയേണ്ടത്. കോർപ്പറേഷനുകളിൽ LDF ലീഡ് എടുക്കുന്നു എന്നതാണ് പറയേണ്ടത്. 5 ഇടങ്ങളിൽ LDFന് വലിയ മുന്നേറ്റം എന്നതാണ് പറയേണ്ടത്. 2 ഇടങ്ങളിൽ UDF മുന്നേറുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ആ നിലയ്ക്ക് ആദ്യ പല സൂചനകൾ പുറത്തു വരുമ്പോൾ വലിയ മുന്നേറ്റം LDFന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. തിരുവനന്തപുരത്ത് LDF ലീഡ് പിടിച്ചു എന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. തൊട്ട് പിന്നിൽ NDA ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ തന്നെ LDFും UDFും പലയിടങ്ങളിൽ വരുന്നു എന്നതാണ് പറയേണ്ടത്. എന്തായാലും കോർപ്പറേഷനുകളിൽ 3 ഇടത്ത് LDFും 2 ഇടത്ത് UDFും 1 ഇടത്ത് NDA ഉണ്ട്. മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ 17 ഇടത്താണ് LDFന്റെ മുന്നേറ്റം, 16 ഇടത്ത് UDF, 5 ഇടങ്ങളിൽ NDA. ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 6 ഇടങ്ങളിൽ LDFും 3 ഇടങ്ങളിൽ UDFും ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 ഇടങ്ങളിൽ LDFും 5 ഇടങ്ങളിൽ UDFുമാണ് ഉള്ളത്. ആ നിലയ്ക്കാണ് കണക്കുകൾ വരുന്നത്. ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 24 ഇടങ്ങളിൽ LDF മുന്നേറ്റം, 20 ഇടങ്ങളിൽ UDF മുന്നേറ്റം. എന്തായാലും ഒപ്പത്തിനൊപ്പം എന്ന് പറയുന്നത് കൊച്ചി കോർപ്പറേഷനിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. NDAയും അവരുടെ മുന്നേറ്റത്തിലേക്ക് വരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. തൃശൂർ കോർപ്പറേഷനിൽ UDF ലീഡെടുത്തിരിക്കുന്നു. തൃശൂർ കോർപ്പറേഷനിൽ LDF രണ്ടാമതായി വന്നിരിക്കുന്നു. 1ാമത് UDF വന്നിരിക്കുന്നു. എന്തായാലും 2 ഇടങ്ങളിലാണ് LDF തൃശ്ശൂരിൽ മുന്നേറുന്നത്, 3 ഇടങ്ങളിൽ UDFും മുന്നേറുന്നു. ആ രീതിയിലാണ് കണക്കുകൾ. വയനാട് നോക്കുകയാണെങ്കിൽ